ഡൽഹിയിലെ വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ എന്ത് നടപടികൾ സ്വീകരിച്ചുവെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് 3 നടപ്പിലാക്കാൻ വൈകിയതിലും കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇനിയൊരു ഉത്തരവ് വരും വരെ നിലവിലെ നിയന്ത്രണങ്ങൾ തുടരണമെന്ന് കോടതി നിർദ്ദേശം നൽകി. 10-12 ക്ലാസുകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ അനുവദിക്കാത്തതിൽ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. 10-12 ക്ലാസ് വിദ്യാർത്ഥികളുടെ ശ്വാസകോശം മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമല്ലെന്നും ക്ലാസുകൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഇതേ തുടർന്ന് എല്ലാ സ്കൂളുകളിലും 12 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനാക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലും 23 വരെ ക്ലാസുകൾ ഓൺലൈനാകും. ഹരിയാനയിലും ഉത്തർപ്രദേശിലും വായുമലിനീകരണം രൂക്ഷമായ അവസ്ഥയിലാണ്. വിവിധയിടങ്ങളിൽ സ്കൂളുകൾ അടച്ച് ഓൺലൈൻ പഠനം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനിടെ പലയിടങ്ങളിലും വായു ഗുണനിലവാര സൂചിക 700 മുകളിലെത്തി. കാഴ്ചപരിധി 200 മീറ്ററിനും താഴെയാണ്. മലിനീകരണം കൂടിയ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഇന്നലെ മുതൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് 4 നടപ്പിലാക്കുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്ത് വായുമലിനീകരണത്തെ തുടർന്ന് നിരവധി വിമാനങ്ങളും ട്രെയിനുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. തുടർച്ചയായ 2ാം ദിവസവും മോശം കാലാവസ്ഥയിൽ ഡൽഹിയിൽ ഓറഞ്ച് അലർട്ടാണ്. ഹെവി ഗുഡ്സ് വാഹനങ്ങൾക്ക് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിയന്ത്രണമുണ്ട്. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് പ്രവേശനം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.